ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ചില സാങ്കേതിക വിദ്യകളുടെ തകരാറാണ് നമ്മൾ വൈകാനിട വന്നത്. നമുക്ക് ആ സമയം കൂടി ഉപയോഗിക്കാം. കൊലോസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനും കാണാൻ കഴിയാത്തവനും തേജസ്സിൻ്റെ പരിശുദ്ധിയുടെ പാരമ്യത്തിൽ സ്വർഗീയ പ്രഭാവത്തിൻ്റെ നിറവിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായി വാഴുന്ന സകലത്തിൻ്റെ നാഥനും നായകനും ഉടയവനുമായ പരിശുദ്ധ ദൈവമേ, എല്ലാം നിയന്ത്രിക്കുകയും ഭരിക്കുകയും നടത്തുകയും ചെയ്യുന്ന നിത്യനും നീതിമാനുമായ പരിശുദ്ധ ദൈവമേ, സ്തോത്രം. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഈ സായനത്തിനായിട്ട് നന്ദി. പലവിധമായ തടസ്സങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിടുമ്പോഴും ഞങ്ങളുടെ ഹൃദയവും മനസ്സും എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്? കുറ്റങ്ങളും കുറവുകളും കാണുവാനല്ല, ഞങ്ങൾക്കുള്ള ആത്മീക സന്ദേശത്തിൽ ശ്രദ്ധ കൊടുക്കാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ സ്വർഗീയ സന്ദേശങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം എന്നും നേരുള്ളതായിരിക്കാൻ, സത്യസന്ധമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വചനത്തിനായി നന്ദി. അത് നൽകുന്ന ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനുമായി നന്ദി. എല്ലാ വിഷയങ്ങളെ കേൾപ്പിക്കുന്നു, സഹായിക്കാം, അനുഗ്രഹിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. കൊലോസ് ലേഖന പഠനത്തിൻ്റെ 1-ാം അധ്യായത്തിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സുവിശേഷം എന്ന സത്യവചനത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ദൈവമക്കളായ നാം സുവിശേഷത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് കണ്ടു. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതാണ്. ഇപ്പം കൊലോസ് സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ അടുക്കലും ആ സുവിശേഷം വന്നെത്തി. കാരണം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം, 23-ാം വാക്യം, ഈ വാക്യങ്ങളിൽ ആവർത്തിച്ച് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവദിന പ്രസംഗം കേട്ടതിലൂടെയാണ്. നമുക്കിന്നുള്ളതുപോലെ പുസ്തക രൂപത്തിലൊന്നും വചനം കയ്യിലില്ല. ഒരു പ്രസംഗം കേട്ടവരാണ്. ഇപ്പോൾ വായനയിലൂടെ ലഭിച്ചതല്ല. കാരണം വായിക്കാനായിട്ട് കയ്യിൽ പുസ്തകം, നമ്മുടെ കയ്യിൽ പുസ്തകമുണ്ട്, എല്ലാ പരിഭാഷകളുള്ള പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ കൊലോസ് സഭയോട് പറയുമ്പോൾ അവർ ഈ സുവിശേഷം കേട്ടത് ഒരു വായനയിലൂടെയല്ല, പ്രസംഗത്തിലൂടെയാണ്. അവിടെ പ്രത്യാശയുടെ ഉറവിടം പുതിയ നിയമമായിട്ടന്ന് പൂർണ്ണമായി വെളിപ്പെട്ടു വന്നിട്ടില്ല. പ്രസംഗത്തിലൂടെ അവർ കേട്ടതാണ്. പഴയ നിയമത്തിലും ഈ പ്രത്യാശയ്ക്ക് പഴയ നിയമം നിദാനമല്ല. കാരണം പഴയ നിയമത്തിൽ സ്വർഗമെന്ന പ്രത്യാശ വെളിപ്പെട്ടിട്ടില്ല. അത് ഭൂമിയിലുള്ള ഒരു ദേശത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് പഴയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിലാണ് തേജസ്സേറിയ സ്വർഗീയ വാസം ദൈവമക്കൾക്ക് പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ശ്രേഷ്ഠമായത് നമുക്ക് പ്രത്യാശിക്കാം. ഭൂമിയിലുള്ള ഏതെങ്കിലും രാജ്യവും സ്ഥലവും അല്ല നമ്മൾ പ്രത്യാശിക്കേണ്ട കാര്യങ്ങൾ. കാരണം വിശേഷതേറിയ വാഗ്ദത്തമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും എബ്രായർ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനം ഇപ്രകാരം എഴുതുകയാണ്. എബ്രായർക്ക് ലേഖനം 7:19 ഇങ്ങനെ കാണാം, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. പുതിയ വിശ്വാസികൾക്കുള്ളത് ഏറെ നല്ല പ്രത്യാശയാണ്. ഭൂമിയിലെ ഒരു വിഭാഗത്തിന്, ഒരു ഭൂമുഖത്ത് ഇതുവരെ ജീവിച്ച ഒരു മനുഷ്യർക്കും ഇല്ലാത്ത പ്രത്യാശയാണ് പുതിയ വിശ്വാസികൾക്കുള്ളത്. ദൈവത്തോട് അടുക്കുന്നതിനുള്ള പ്രത്യാശ. അപ്പോൾ മാത്രമല്ല എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും പറയുന്നത് അവനോ, അതേ കർത്താവ് യേശുവിനെ കുറിച്ചാണ്, വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയെ പ്രാപിച്ചിരിക്കുന്നു. ഈ വലിയ പ്രത്യാശ, നല്ല പ്രത്യാശ, സ്വർഗീയ പ്രത്യാശ നമുക്ക് നൽകപ്പെടാൻ ലഭിക്കാൻ കാരണം യേശുക്രിസ്തുവിന്റെ വിശേഷതയേറിയ ശുശ്രൂഷയുടെ ഫലമാണ്. ഇപ്പൊ ഈ വാഗ്ദാനങ്ങളിൽ സ്വർഗത്തിൽ നമുക്ക് നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നു, വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന 1 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങളില് പത്രോസ് പറയുകയുണ്ടായി. സ്വർഗത്തിൽ നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, ഭൂമി കത്തിക്കരിഞ്ഞു പോകാനുള്ളതാണ്. അതേ പത്രോസ് തന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയും. അപ്പൊ അതായത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവർക്ക് നൽകപ്പെട്ടതിലും വിശേഷതയേറിയ ശ്രേഷ്ഠമായ പ്രത്യാശയാണ് പുതിയ നിയമ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക്, അത് പഴയ നിയമകാലത്ത് നമുക്കറിയാം, പഴയ നിയമ ന്യായപ്രമാണം അഥവാ യഹൂദന്മാർക്ക് കൊടുത്തു. ജാതികൾക്ക് പ്രത്യേക നിയമ സംവിധാനമില്ല. ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം എന്നതിനെ അപ്പുറം വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല.
അവർ ജനിച്ചു, ജീവിക്കുന്നു, എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർക്കുകയാണ്. അതിലപ്പുറം എന്തിന് ജീവിക്കുന്ന ചോദ്യത്തിന് ഭൂമിയിൽ മിക്ക പേർക്കും ഉത്തരമില്ല. കാരണം പ്രത്യാശയില്ല. പഴയ പ്രജാതികളെ പോലെയാണ്. പക്ഷെ ദൈവമക്കൾക്ക് സംബന്ധിച്ച് ഒരു ശ്രേഷ്ഠതയേറിയ ജീവനുള്ള സ്വർഗത്തിലുള്ള ഒരു പ്രത്യാശയാണ് തന്നിരിക്കുന്നത്. അത് വിശുദ്ധമായൊരു പ്രത്യാശയാണ്. ഇപ്പൊ ജാതികളെ സംബന്ധിച്ച് എഫേസ്യർ 2:12 പറയുന്ന പോലെ അവർ പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. അതുകൊണ്ട് അവസാനം അവർക്ക് എന്താ സംഭവിക്കുന്നത്? നിത്യനരകത്തിന്റെ തീച്ചുളയിൽ ദൈവ സാന്നിധ്യമില്ലാത്തൊരിടത്ത് പോയി വീഴും. പർദീസിൽ ദൈവ സാന്നിധ്യമുണ്ട്, പക്ഷെ തീച്ചുളയിൽ ദൈവ സാന്നിധ്യമില്ല. അപ്പൊ ഇവിടെ ദൈവമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ അവസാനം ചെന്ന് വീഴുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത നരകത്തിന്റെ തീച്ചുളയിലായിരിക്കും. കൊലോസ്യ പട്ടണത്തിൽ സുവിശേഷം എത്തി എന്ന 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയോട് എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളുടെ അടുക്കലും സുവിശേഷം എത്തി. അപ്പൊ ലോകമെങ്ങും പരക്കുന്നതാണ് സുവിശേഷം. അതിന്റെ എഫേസ്യ ലേഖനം 1:13 പറഞ്ഞു, സത്യവചനം നിങ്ങൾ കേട്ടു. എഫേസ്യ ലേഖനം 1:13 നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചതാണ്. എഫേസ്യ ലേഖനം 1-13 വാക്യത്തിൽ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. ഇപ്പൊ സത്യവചനം, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. സത്യം, സത്യത്തിന്റെ പ്രാധാന്യം, വാക്കിന്റെ അർത്ഥം. സത്യവചനം നിങ്ങൾ കേൾക്കുകയും എന്ന് എഫേസ്യ 1:13 നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ സുവിശേഷ സത്യം മാനുഷിക ബുദ്ധി സാമർഥ്യത്താലോ കഴിവുകളാലോ നേടാൻ കഴിയുന്നതല്ല. നമ്മൾ എത്ര വിദ്യാഭ്യാസ ഭൂമുഖത്ത് നേടിയാലും, എത്രത്തോളം പ്രാഗൽഭ്യം, സ്വാധീനവും മറ്റെന്തെല്ലാം ഭൗതിക നന്മകൾ നമുക്കുണ്ടെങ്കിലും സുവിശേഷം നമുക്ക് ലഭിക്കണമെന്നില്ല. മാനുഷികമായ കഴിവുകൾ കൊണ്ട്, ബുദ്ധി സാമർഥ്യം കൊണ്ട് നേടാൻ കഴിയുന്നതല്ല. പഴയകാലത്ത് ജ്ഞാനവാദികൾ എന്ന് അവകാശപ്പെടുന്ന പോലെ എലൈറ്റ് പീപ്പിൾ, പ്രത്യേകമായ വിഭാഗത്തിന് മാത്രമാണ് ദൈവത്തിന്റെ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് എന്ന യവന തത്വചിന്തയുടെ ഒരു ഭാഗമായ നോസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന, ഞങ്ങൾക്ക് മാത്രമാണ് ജ്ഞാനമുള്ളതെന്ന് പറയപ്പെടുന്ന അവർ പറയുന്ന ശുദ്ധാസംബന്ധമാണ്. ദൈവമാണ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ അവിടെ മറ്റൊരു വ്യത്യാസതയും വെച്ചിട്ടില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നില്ല, ബർബരെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ജ്ഞാനി എന്നില്ല, അജ്ഞാനി എന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്ക് ദൈവം നൽകി കൊടുക്കും. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കും. നമ്മളൊരു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്, മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആകെ നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് 11-ാം വാക്യം പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന്റെ വെളിപാടിനാണ് അത്രേ പ്രാപിച്ചത് എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. നമ്മൾ പഠിച്ച് എത്തിച്ചേരുന്ന സ്ഥലമല്ല സത്യം. സാധാരണ പഠിച്ച് എത്തിച്ചേരുന്ന കള്ളത്തിലാണ്, പരിണാമത്തിലാണ്, നിരീശ്വരവാദത്തിലാണ്, ചാർമികത്വത്തിലാണ്, ദൈവനിഷേധത്തിലാണ്. അതാണ് ലോകത്തിലെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ പോഷത്വം എന്ന് പറയാൻ കാരണം. ഇത് ദൈവം വെളിപ്പെടുത്തിയാണ് ഈ സത്യം. പല പട്ടണങ്ങളിൽ അപ്പോസ്തലന്മാരെ, ഉപദേഷ്ടകന്മാരെ അറിയിച്ച സുവിശേഷം ഇപ്പോൾ കൊലോസ്യ പട്ടണത്തിലും എത്തി. ഇതൊരു സാർവലൗകിക സുവിശേഷം. ഒന്നാമത് പറഞ്ഞു, ഇസ് എ പ്രീച്ച്ഡ് ഗോസ്പൽ, പ്രസംഗിക്കപ്പെട്ട സുവിശേഷമാണ്. സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ളതാണ്. രണ്ടാമത്, ഇത് സാർവലൗകിക സുവിശേഷമാണ്. സർവ്വലോകത്തിലും എന്ന പോലെ, സർവ്വലോകത്തിലും. സുവിശേഷം ഒരു ദേശത്തിനു വേണ്ടി മാത്രം, ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം, ഒരു ജാതിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. മർക്കോസ് 16:15 കർത്താവ് യേശുക്രിസ്തു ആജ്ഞാപനം നൽകുമ്പോൾ സർവ്വലോകത്തിലും പോയി സുവിശേഷം അറിയിക്കണം, ഭൂമിയിൽ എങ്ങും പോയി സുവിശേഷം അറിയിക്കണം. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ സന്ദേശം തന്നെയാണ് ദൈവം നൽകിയത്. കറുത്ത വർഗ്ഗക്കാർക്ക്, വെളുത്ത വർഗ്ഗക്കാർക്ക്, മഞ്ഞ നിറമുള്ളവർക്ക്, ബ്രൗൺ നിറമുള്ളവർക്ക് വ്യത്യസ്ത സുവിശേഷമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ അകന്നു കിടക്കുകയാണ്. അവരെല്ലാവരെയും തിരിച്ച് ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാനുള്ള മാർഗം ഒന്നാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4:17 പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ കൊരിന്ത്യ സഭയ്ക്ക് അയക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ എങ്ങും ഏത് സഭയിലും പ്രസംഗിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ അറിയിക്കും. എല്ലായിടത്തും പ്രസംഗിക്കേണ്ട ഒരേ രക്ഷാമാർഗമാണ്. കൊലോസിലുള്ളവർ സുവിശേഷം കേട്ടത് അവരുള്ളത് പ്രസംഗിക്കപ്പെട്ടതിലൂടെയാണ്. എല്ലായിടത്തും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ടാണ് മർക്കോസ് 16:15-16 കർത്താവ് അപ്പോസ്തലന്മാരെ ലോകമെങ്ങും വിട്ടത്. റോമർ 1:16 പൗലോസ് റോമിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് പേടിയില്ല, ലജ്ജയില്ല, എന്റെ കയ്യിലുള്ളത് ദൈവശക്തിയായ സുവിശേഷമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ കേൾക്കാം. 1 Corinthians 1:21. 1 Corinthians 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കുറച്ച് വേഗത്തിൽ പോകുന്നതാണ്. 15 മിനിറ്റ് 10-13 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. 1 Corinthians 1:21 പറയുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്താൽ
ദൈവത്തിന്റെ ജ്ഞാനത്താൽ കാര്യങ്ങൾ വീക്ഷിച്ച് നിരീക്ഷിച്ച് പറയുന്ന അഭിപ്രായമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാം. ലോകം എത്ര വിദ്യാഭ്യാസം നേടിയാലും അതുവഴി ദൈവത്തിലെത്തില്ല. ദൈവത്തെ തള്ളിക്കളയുകയോ മറന്നുപോകുകയോ ഉപേക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകം, ഞാൻ ആ വാക്യം വിവരിക്കുമ്പോൾ കൃത്യമായി വിഭാഗിക്കണം. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്, അതൊരു വഴി. മറുവശത്ത് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ലോകത്തിലെ മനുഷ്യരുടെ കാഴ്ചപ്പാട്, സമീപനം ദൈവനെ പ്രസംഗിക്കുന്നവരെ പുച്ഛിക്കുകയും കളിയാക്കി ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രസംഗത്തിന്റെ പോഷത്വം, പ്രസംഗം പലർക്കും പോഷത്വമാണ്. ഇത്രയും സാങ്കേതിക വിദ്യകൾ വികസിച്ച കാലഘട്ടത്തിൽ ബൈബിളിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പോഷത്വമായി കാണുന്ന മനുഷ്യർ അവർ നാശത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് ആ അഭിപ്രായം അവരിലുണ്ടായത്. അവർ ശരിക്കും അവർ പറയുന്ന പ്രസംഗം പോഷത്വമാണ്. ഇതാണ് എന്റെ മാർഗം. നിങ്ങൾ പോഷത്വം എന്ന് പറയുന്നതാണ് രക്ഷയുടെ മാർഗം. അവർ ജ്ഞാനം എന്ന് പറഞ്ഞ് ലോകത്തിലെ വിദ്യാഭ്യാസം ഇവരുടെ അത് മണ്ടത്തരമാണ്. അതുകൊണ്ട് ഒന്നും പഠിക്കാൻ അറിയാൻ പറ്റില്ല. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നിട്ട് അവിടെ യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, ഇവന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. പക്ഷെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ജ്ഞാനമാർഗം. ക്രൂശിക്കപ്പെട്ട യേശു, ഒരു ദൈവം മനുഷ്യനായി കടന്നു വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന സന്ദേശം, അതിൽ ജ്ഞാനവുമുണ്ട്, ശക്തിയുമുണ്ട്. അതെല്ലാവർക്കും ലഭിക്കില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നമ്മുടെ വ്യക്തമായി പറയും. 1 പത്രോസ് 1:10-12 വാക്യങ്ങളിൽ പഴയകാലത്തെ പ്രവാചകന്മാരിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുകയും അവരിലൂടെ വരാനിരിക്കുന്ന ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ നന്മകളെയും എല്ലാം വ്യക്തമായി മുൻകൂട്ടി പ്രവചിച്ച് അവർക്ക് പോലും അറിയാൻ പാടില്ലായിരുന്നു അവർ ആരെക്കുറിച്ച്, എപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത്, പ്രവചിക്കുന്നതെന്ന് പഴയകാലത്തെ പ്രവാചകന്മാർക്ക് അറിയില്ല. അത് യെശയ്യാവാകട്ടെ, യിരെമ്യാവാകട്ടെ, ദാനിയേലാകട്ടെ, പഴയ നിയമകാലത്ത് ഒരു പ്രവാചകന്മാർക്കും അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അത് യേശു ക്രിസ്തുവാണ്, രക്ഷകനാണ്, ഇന്ന കാലത്ത് വരുമെന്നൊന്നും റോമൻ സാമ്രാജ്യ കാലത്താണ് അവതരിക്കാൻ പോകുന്നതെന്നും അവർക്ക് വ്യക്തമാറിയില്ല. അവരോട് ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കും. അവർ പ്രസംഗിച്ചു. പക്ഷെ എൻ്റെ ആഴമറിയാനുള്ള അവസരം അവർക്ക് കൊടുത്തില്ല. അവർക്ക് വേണ്ടിയുള്ളതല്ല ഇത്. പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് 1 പത്രോസ് 1:10-12 വരെ നിങ്ങൾ സമയമെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇപ്പൊ ദൈവത്തിന് വേറെ പദ്ധതിയില്ല. സകല ലോകത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കാൻ ഒറ്റ രക്ഷാ പദ്ധതിയുള്ളൂ. അതിന് പരിഷ്കരിക്കേണ്ട കാര്യമില്ല, നവീകരിക്കേണ്ട കാര്യമില്ല, വെട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല, എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവം നിത്യനാണ്. ദൈവത്തിനറിയാൻ ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട രക്ഷാ പദ്ധതി എങ്ങനെ ഒരുക്കിയെടുക്കണമെന്ന്. നമ്മൾ ഏത് കാര്യം ചെയ്താലും 5 വർഷം കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. 10 വർഷം കഴിയുമ്പോൾ അതിനെ പുരസ്കരിക്കേണ്ടി വരും, പുനരാവിഷ്കരിക്കേണ്ടി വരും, മോഡിഫൈ ചെയ്യേണ്ടി വരും, ചിലത് വെട്ടിക്കളയേണ്ടി വരും, അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള വാക്കുകൾ പുതുതായിട്ട് ചേർക്കേണ്ടി വരും. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. നിത്യനാണ്, സർവജ്ഞാനിയാണ്. ഇവിടെ ദൈവത്തിന് മറ്റൊരു പദ്ധതിയില്ല, പ്ലാൻ ബി ഇല്ല ദൈവത്തിന്. സുവിശേഷം മനുഷ്യരോട് അറിയിക്കാതെ കേൾക്കാൻ കഴിയില്ല എന്ന് റോമർ 10:14-17 വരെ പൗലോസ് അപ്പോസ്തലൻ പറയും. റോമർക്ക് ലേഖനം 10-14-17 വരെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നമ്മൾ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്ന ആളിൽ നമുക്ക് വിശ്വാസവും ആശ്രയവും അദ്ദേഹത്തിന് കഴിവും ബലവും മനസ്സുമുണ്ടെന്ന് നമുക്ക് വിശ്വാസം വേണം. നമുക്ക് കഴിവും ബലവും മനസ്സുമില്ലാത്ത ഒരാളെ എന്നെ സഹായിക്കണേ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് നമ്മൾ വിളിക്കില്ല. അപ്പോൾ അവർ വിശ്വസിക്കാത്തവനെ ഒരു സ്റ്റെപ്പാണ്. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നെക്സ്റ്റ്, അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അവർ ആ വ്യക്തിയെ വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കണം. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ രക്ഷാപദ്ധതി നിവർത്തിക്കാൻ വന്ന ദൈവത്തിന്റെ പുത്രനാണ്. കാലസമ്പൂർണതയിൽ ശ്രീന്ന് ജനിച്ചവനാണ്. മനുഷ്യരെ സ്നേഹിക്കുന്നവനാണ്. മനുഷ്യരെ കുറിച്ച് മരിക്കാൻ പോലും തയ്യാറായവനാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്നൊക്കെ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കണം. ദൈവനെ കേട്ടാലേ വ്യക്തി നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ ഇത് കേൾക്കണമെങ്കിൽ ആരെങ്കിലും ഇത് പറഞ്ഞു തരണം. ആരെങ്കിലും നമ്മൾ പറഞ്ഞു തരണം. ഇന്ന് നമ്മൾ കേൾക്കുന്നുവല്ല, നമ്മൾ ദൈവനത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാൻ, വെറുതെ ഒരു ജോലിയും ഇല്ലാത്തതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരും ഇറങ്ങാൻ പാടില്ല. അത് ദൈവം അയക്കണം. ദൈവത്തിന് നിയോഗം വേണം. ദൈവം അതിനെ പരിശീലിപ്പിക്കണം. ദൈവത്തിന് മുമ്പിൽ വിധേയപ്പെടണം. ദൈവം ഉപയോഗിക്കുന്ന കഴിയുന്ന പാത്രമായി മാറണം. അപ്പോഴാണ് ദൈവം അവരിലൂടെ തന്റെ സന്ദേശം അറിയിക്കുന്നത് എന്ന് റോമലേഖനം 10:14-17 വരെ പൗലോസ് പറയും. കൊലോസ് ലേഖനത്തിൽ മടങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നത് സർവ്വലോകത്തിലും എന്ന പോലെ. കൊലോസ് ലേഖനം 1-ാം വാക്യത്തിൽ സർവ്വലോകത്തിലും എന്ന പോലെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും നല്ല അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം റോമൻ ഭരണ കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും, റോമൻ ഭരണാധികാരത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളും, സർവ്വസൃഷ്ടിയുടെ കീഴിൽ എന്ന് കൊലോസിലേഖനത്തിൽ പറയുമ്പോൾ എൻ്റെ അർത്ഥം അതാണ്. അണ്ടർ ദ റോമൻ ഗവൺമെന്റ്, റോമൻ ഭരണത്തിന് കീഴിലുള്ള എല്ലായിടത്തും. അതിനാൽ അപ്പോസ്തലൻ അധ്വാനിച്ചു. അപ്പോസ്തലൻ പൗലോസ് മാത്രമല്ല,
അപ്പോസ്തലന്മാരുടെ പുസ്തകം നമുക്കറിയാം. എല്ലാ അപ്പോസ്തലന്മാരുടെ എല്ലാ പ്രവർത്തികളും എഴുതിയ പുസ്തകമല്ല അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകം. തെരഞ്ഞെടുക്കപ്പെട്ട 3 അപ്പോസ്തലന്മാരുടെ മാത്രം പ്രവൃത്തികൾ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവർ ചെയ്ത വേലകൾ മാത്രം പറയുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം. തലക്കെട്ട് വാസ്തവത്തിൽ സം ആക്ട്സ് ഓഫ് സം ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്നാണ്. ചില അപ്പോസ്തലന്മാരുടെ ചില പ്രവൃത്തികൾ എന്നാണ് പുസ്തകത്തിന്റെ ശരിക്കുള്ള തലക്കെട്ട്. അപ്പോസ്തലന്മാരുടെ എല്ലാ 12 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകമല്ല, പക്ഷെ സഭയുടെ ഉത്ഭവം, ചരിത്രം, വികാസനം അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച പുസ്തകം. ഇപ്പൊ എല്ലാ അപ്പോസ്തലന്മാരുടെ എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തില്ല. പ്രവൃത്തി പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം. ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അല്പം വിട്ടുപോയെങ്കിൽ തിരിച്ചൊന്ന് പുറകോട്ടൊന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നേ ഉള്ളൂ. അപ്പോസ്തലരുടെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ കാണാൻ സാധിക്കും. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റവരോട് വചനം സംസാരിച്ചുകൊണ്ട് ഈ വചനം സംസാരിക്കാതെ ഫൊയ്നീക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്ന പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പൊ അപ്പോസ്തലന്മാരും മറ്റ് ദൈവദാസന്മാരും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാണ് ഒരു ഉദാഹരണമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പുറജാതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ്. ബാക്കി എല്ലാവരും യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞ വിഷയം ഇത്രയേ ഉള്ളൂ. സുവിശേഷം സാർവലൗകികമാണ്. ആഫ്രിക്കയിലുള്ളവർക്ക് വേണ്ടി ഒരു സുവിശേഷം, ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടി വേറെ സുവിശേഷം, അമേരിക്കയിലുള്ളവർക്ക് വേണ്ടി വേറെ സുവിശേഷം, സമ്പന്നന്മാർക്ക് ഒരു അങ്ങനെ ഒരു വ്യത്യാസം സുവിശേഷത്തിനില്ല. സുവിശേഷം ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണ്. മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൗലോസ് ഇത് ഫലം നൽകുന്ന സുവിശേഷമാണ്. ഇത് പ്രൊഡക്റ്റീവ് ഗോസ്പൽ, നോട്ട് ഓൺലി യൂണിവേഴ്സൽ ഗോസ്പൽ, പ്രീച്ച്ഡ് ഗോസ്പൽ, ബട്ട് ഓൾസോ എ പ്രൊഡക്റ്റീവ് ഗോസ്പൽ. ദൈവവചനം സുവിശേഷം പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലായിടത്തും ഒരു ഫലമുണ്ടാകും. നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ അത് പക്ഷേ ശിക്ഷാവിധിക്കുള്ള ഫലമായിരിക്കാം, അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള ഫലം, പക്ഷെ ഫലം തീർച്ചയാണ്. സുവിശേഷം ശ്രദ്ധിക്കുക, സുവിശേഷം അറിയിക്കുകയും സുവിശേഷപ്രകാരം ജീവിക്കുന്നതിന്റെ നേട്ടം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്നപോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരും. സുവിശേഷം യഥാർത്ഥമായ രീതിയിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലായിടത്തും അത് കേൾക്കുന്നവരിൽ ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്, ഫലമുളവാകും. കാരണം ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ അകത്ത് തന്നെ ഒരു ആന്തരിക ഊർജമുണ്ട്, ഇൻഹെറന്റ് എനർജി. വേറെ ഒന്നിലും അതില്ല. പത്രം വായിച്ചില്ല, ന്യൂസ് ചാനൽ കണ്ടാലില്ല, പുസ്തകം വായിച്ചാലില്ല, മാഗസിൻ വായിച്ചാലില്ല. പക്ഷെ ദൈവത്തിന്റെ സുവിശേഷം യഥാർത്ഥമായി സ്വീകരിക്കുന്ന, കേൾക്കുന്ന ഒരു വ്യക്തിയില് ആ സുവിശേഷത്തിന്റെ അകത്തൊരു ഊർജമുണ്ട്, പവറുണ്ട്, ഒരു ഇൻഹെറന്റ്, അതിൽ തന്നെ അന്തർലീനമായൊരു ശക്തിയുണ്ട്. അത് ഫലം പുറപ്പെടുകയും. ഒരു ചെടിയിൽ ഫലം ഉണ്ടാകുന്ന അതിന്റെ ഉള്ളിലുള്ള അന്തർലീനമായ ഊർജത്തിൽ നിന്നാണ്, മണ്ണിലല്ല. മണ്ണൊരു അനുകൂല ഘടകം മാത്രമാണ്. ആ ചെടി നട്ടാൽ, വിത്ത് നട്ടാൽ, വിത്ത് മുളച്ച് അതിന്റെ പ്രായമാകുമ്പോൾ അതിൽ ഫലം കായ്ക്കുന്നത്, പൂവിടുന്നത് അതിന്റെ ഉള്ളിലൊരു ഊർജമുണ്ട്. സുവിശേഷത്തിനകത്തൊരു ഊർജ്ജമുണ്ട്. ഇത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റോമർ 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ദൈവവചനത്തെ ഒരു ശക്തി അന്തർലീനമാണ്. ആ വിത്തിന്റെ അകത്ത് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ, ഇങ്ങനെ നമ്മൾ അമർത്തിയാൽ അത് പൊട്ടില്ല. ഇതുപോലെ ദൈവവചനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി അന്തർലീനമായിട്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നമ്മൾ അതിർത്തി ചിന്തിച്ചു കാണില്ല. നമ്മൾ കേൾക്കുന്ന എല്ലാ ദൈവത്തിന്റെ ഉള്ളിലും നമ്മളെ പൊട്ടിത്തെറിപ്പിക്കുന്ന മാനസിക ഡൈനാമിക് എന്ന വാക്കാണ് ഡൈനാമോ, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവശക്തി എന്ന വാക്ക്. ആ ഡൈനാമോ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ ശക്തി ഉണ്ടാക്കുന്നതാണ്. ദൈവവചനം ശരിയായ നിലത്ത്, ശരിയായ പ്രതലത്തിൽ, ശരിയായ അന്തരീക്ഷത്തിൽ, ശരിയായ സംരക്ഷണത്തിൽ അത് വീഴുകയും വളർത്തപ്പെടുകയും ചെയ്താൽ അത് വീഴുന്ന സ്ഥലത്തിന് മാറ്റം വരും. ദൈവനെ കേട്ടിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആ വ്യക്തി വനത്തെ ചവിട്ടി മെതിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ദൈവത്തിന്റെ ജീവനാണ് ആ വിത്തിന്റെ അകത്തുള്ളത്. ഇപ്പൊ സുവിശേഷത്തിന് ഉൽപാദന ശക്തി, അതായത് സഫലതയുണ്ട്. ഒരു കാര്യം ചെയ്താൽ അതിന് ഫലമുണ്ടായേ പറ്റൂ. ദൈവനെ കേട്ടാൽ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം നല്ല ഫലമാകില്ല, ചിലപ്പോൾ നമ്മളെ ശിക്ഷാവിധിക്ക് വേണ്ടി മാറ്റിയെടുക്കും. അതൊരു ഫലമാണ്. ഇപ്പം ഇവരെ സംബന്ധിച്ച് കൊലോസ് സഭയ്ക്ക് സുവിശേഷം കിട്ടിയപ്പോൾ സർവ്വലോകത്തിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു, ഇവർക്കും ഫലമുണ്ടായി. ഇപ്പൊ ദൈവവചനമാണ് സഫലതയുടെ ഉറവിടം. സഫലത, പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, ദൈവദിനമാണ് അതിന്റെ ഉറവിടം. പ്രസംഗിക്കുന്ന ആളുടെ പ്രാഗൽഭ്യമല്ല, നമ്മളിരിക്കുന്ന ഹോളിന്റെ മനോഹാരിതയല്ല, ദൈവവചനത്തിലാണ് ഈ പ്രൊഡക്ടിവിറ്റിയുടെ പവർ ഉള്ളത്.
ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 15 വരെ ഉപമയിൽ യേശു അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയും. അവിടെ ലൂക്കോസ് 8:15 വിത്ത് വിതയ്ക്കുന്ന ഉപമയാണ്. അതിൽ ലൂക്കോസ് 8:15 പറഞ്ഞു വിത്ത് ദൈവവചനമാണ്, അഥവാ രാജ്യത്തിന്റെ വചനമാണ്. ആ വിത്ത് ദൈവവചനത്തിന്റെ വിത്ത് ദൈവരാജ്യത്തിന്റെ വചനമാണ്. ഫലമുളവാക്കുവാനാണ് വിത്ത് വിതയ്ക്കണം. നമ്മൾ വെറുതെ ഒരു നിലത്തിങ്ങനെ നല്ലപോലെ വേലിയെ കെട്ടി മനോഹരമായ ബോർഡൊക്കെ വെച്ച് ലൈറ്റൊക്കെ പിടിപ്പിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ താനെ അവിടെ മണ്ണിൽ നിന്ന് ഫലമുണ്ടാകില്ല. ആ മണ്ണിൽ ഫലമുണ്ടാകണമെങ്കിൽ അവിടെ വിത്ത് വിതയ്ക്കപ്പെടണം. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 61-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. ദൈവവചനത്തിന്റെ ജീവനുണ്ട്. പത്രത്തിലെ ജീവനില്ല, ന്യൂസ് ചാനലിലെ ജീവനില്ല, ഫേസ്ബുക്കിൽ കാണുന്ന ഒരു വാർത്തകൾക്കും ജീവനില്ല. ദൈവവചനത്തിനകത്ത് മാത്രമാണ് ജീവനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും ദൈവം ഇതെങ്കിലും പഠിക്കുക. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിനകത്ത് ലൈഫ് ഇൻഹെരിറ്റ് ആണ്, അതിനകത്ത് ജീവനുണ്ട്. ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. സത്യവചനമാകുന്ന വിത്തിലൂടെ ആത്മാക്കൾ നിർമ്മലീകരിക്കപ്പെടും, വീണ്ടും ജന്മം പ്രാപിക്കുകയും ചെയ്യും. ദൈവനെ സത്യസന്ധമായി കേൾക്കുന്ന ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ എന്ന പോലെ ദൈവനെ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വചന കേൾവിയിലൂടെ ഒരു മാറ്റം വരും. മാറ്റം വന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ കുറവുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയം 4 നിലത്തിൽ ഒരു നിലം പോലെ ആയിപ്പോയതുകൊണ്ടാണ്. കുറ്റം ദൈവത്തിൻ്റെതല്ല, വചനത്തിൻ്റെതല്ല. പത്രോസിന്റെ 1-ാം ലേഖനം 1-22-21 വാക്യങ്ങളിൽ പത്രോസ് ഇപ്രകാരം എഴുതുകയുണ്ടായി. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 verse 22 and 23. ഇവിടെ പത്രോസ് പറഞ്ഞത്, എന്നാൽ സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ, എവിടെ ആത്മാക്കളെ, ശരീരമല്ല, ശരീരം വെടിപ്പാകുന്നതല്ല. ശരിക്കും ആത്മാവും മനസ്സും പ്രാണനും വെടിപ്പായ ശരീരവും വെടിപ്പാകും, മറ്റൊരു കാര്യം. എന്നാൽ സത്യം അനുസരിക്കുകയാണ് നിങ്ങളുടെ ആത്മാക്കളെ. എന്താണ്? നിർവ്യാജ്യമായ സഹോദര പ്രീതി, കപടതയില്ലാത്ത സഹോദര സ്നേഹം, നിർവ്യാജ്യമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നു. ദൈവനം അനുസരിക്കുമ്പോൾ അതിനുള്ള ശക്തി കൊണ്ട് ഹൃദയത്തിൽ നിർമ്മലത ഉണ്ടാകും, ഒരു പ്യൂരിഫിക്കേഷൻ, ക്ലെൻസിങ് ഉണ്ടാകും. നമ്മൾ എത്ര സോപ്പിട്ട് കുളിച്ചാലും, എത്ര അലക്കുകാരെ കൊണ്ട് കഴുകിയാലും, നമ്മളെ തന്നെ ഡൈ മെഷീൻ്റെ അകത്തേക്ക് കയറി പുറത്തു വന്നാലും നമ്മൾ നിർമ്മലീകരിക്കപ്പെടില്ല. ദൈവവചനം ഹൃദയത്തിൻ്റെ അകത്ത് വീഴേണ്ടതില്ല, വീണ് അതവിടെ ലയിച്ച് ചേരുമ്പോൾ അത് നമ്മളെ തന്നെ നിർമ്മലീകരിച്ചിരിക്കൊണ്ട് അതിൻ്റെ ഫലമാണ് ഹൃദയപൂർവ്വം അന്യോന്യമുറ്റ് സ്നേഹിപ്പിൻ. എന്നിട്ട് 23-ാം വാക്യം, കെടുന്ന ബീജം, ലോകത്തിലുള്ള എല്ലാ ബീജങ്ങളും മനുഷ്യബീജം ഉൾപ്പെടെ കെടുന്നവയാണ്. അത് ശരിക്കും ടെസ്റ്റ് ട്യൂബിൽ യഥാർത്ഥ അറ്റ്മോസ്ഫിയറിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അതൊക്കെ ചീഞ്ഞടിഞ്ഞു പോകും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. അതെന്താണ്? ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. അത് കെട്ടുപോകില്ല. ആ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജന്മം സംഭവിക്കുന്നതിന് ദൈവം എന്ന വിത്ത് ഉള്ളിൽ പാകപ്പെടണം, വിതയ്ക്കപ്പെടണം. അത് വളരെ ആവശ്യമാണ്. അപ്പം അങ്ങനെയാണ് പുതിയ ജീവൻ ഉണ്ടാകുന്നത്. ബീജത്തിലൂടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. മനുഷ്യരെ സംബന്ധിച്ച് എക്സും വൈ ക്രോമസോൺ ചേരുമ്പോൾ അവർ തമ്മിൽ ആ അണ്ടം അത് ജീവൻ ഉണ്ടാക്കുന്നു. ഇപ്പം ദൈവവചനമാകുന്ന ആ ബീജം നമ്മുടെ ഉള്ളിൽ വീഴുമ്പോൾ നമുക്ക് പുതിയ ജീവൻ ഉണ്ടാകും, മാറ്റങ്ങൾ വരും, രൂപാന്തരം സംഭവിക്കുന്നു. തീരുമാനങ്ങൾക്കും ആ മനോഭാവങ്ങൾക്കും ആലോചനകൾക്കും അഭിപ്രായങ്ങൾക്കും എല്ലാം മാറ്റം വരും. വചനത്തിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വരും. വചനം ഐശ്വര്യമായി, പൗലോസ് ലേഖനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ കടന്നു വരും. കടന്നു വരുമ്പോൾ ഐശ്വര്യം കൊണ്ടുവരും. ദൈവം ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ശാപം ഉണ്ടാകില്ല, നാശമുണ്ടാകില്ല, ദുഃഖത്തിന് കാരണമുണ്ടാകില്ല. ജീവിതത്തിൽ മാറ്റം വരും, ഐശ്വര്യം വരും, സന്തോഷം വരും. ഇത് വചനം പറയുന്നതാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജീവിതത്തിൽ മാറ്റം വരുത്തിയ തീരുമാനത്തോടെ, പ്രാർത്ഥനയോടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദൈവവചനം സത്യസന്ധമായി സ്വീകരിച്ച് നോക്കാം. ഈ മാറ്റം വരുന്നുണ്ടോ നോക്കാം. ഈ ദൈവത്തെ കുറ്റപ്പെടുത്താം. ഭൗതികമായ വിത്തിന് പരിമിതികളുണ്ട്, അതുപോലെ ആത്മീയമായ വചനം എന്ന വിത്തിനും പരിമിതികളുണ്ട്. നിരന്തരമുള്ള ഫലമുള്ള ജീവിതം ഉണ്ടാകണമെങ്കിൽ ചില നിബന്ധനകൾ ആവശ്യമാണ്. ഒന്ന്, വിത്തിനകത്ത് ജീവനുണ്ടാകും. നമ്മൾ വിതയ്ക്കുന്ന വിത്തിനകത്ത് ജീവനുണ്ടാകും. ആ വിത്തിൽ ജീവൻ പോകുന്ന എങ്ങനെയാണ്? ചിലപ്പോൾ തിളപ്പിച്ച് പോകാം, ചിലപ്പോൾ കുറേ നാളിൽ നിന്ന് പഴകി ജീവൻ പോകാം. എലി കരണ്ടും വെറും പരിച്ചും ആ പുറമെ ചട്ടം മാത്രമേ കാണുകയുള്ളൂ, ഉള്ളിൽ കാമ്പ് കാണില്ല. അത് നഷ്ടപ്പെടാം. ഇപ്പം നമ്മൾ വിതയ്ക്കുന്ന വിത്ത്, ദൈവവചനത്തിന്റെ വിത്ത് നമ്മൾ വിതയ്ക്കപ്പെടുമ്പോൾ ആ വിത്തിൽ ജീവനാണ്. ദുരുപദേശത്തിനകത്ത് ജീവനില്ല. ദുരുപദേശം എന്ന വിത്ത് അകം പൊള്ളയാണ്, അത് നട്ടിട്ട് പ്രയോജനമില്ല. ദുരുപദേശം കേൾക്കുന്ന ഒരു വ്യക്തിക്കും ആത്മീയ ജീവിതം ഉണ്ടാകില്ല. അവർക്ക് അധ്വാനിക്കാം, എക്സസൈസ് ചെയ്യാം, ആത്മീയമായി വെള്ളയും ഇടാം, വാച്ചിന്റെ സ്ട്രാപ്പ് വരെ വെള്ളയിടാം, എന്നിട്ട് ആത്മീയം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. ആത്മീക ജീവനൊരു ഉള്ളിലില്ല. കാരണം അവർ സ്വീകരിച്ച വിത്ത് ദുരുപദേശമാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. രണ്ടാമത്, ഈ വിത്ത് ആരെങ്കിലും വിതയ്ക്കണം. ചാക്കിൽ നിന്ന് താനെ ഇറങ്ങി വന്ന് കണ്ടത്തിൽ ചാടില്ല വിത്ത്. ബൈബിൾ ഇരുന്നുകൊണ്ട് വിത്ത് ഈ സത്യ സുവിശേഷം ആരും കേൾക്കില്ല.
നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, പണിയുന്ന, ജോലി ചെയ്യുന്ന ആരും ഈ സത്യസൂക്ഷ്യം കേൾക്കില്ല നമ്മൾ പറയാതെ. കൊലോസ്യർ നമ്മൾ 4 വാക്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു. അപ്പൊ ആരോ അവരോട് പറഞ്ഞു. ആരെങ്കിലും വിത്ത് വിതയ്ക്കണം. പക്ഷികൾ കുത്തിക്കൊണ്ടുപോയി ചിലപ്പോൾ ഇടും ഭൗതികമായ വിത്ത്. മൃഗങ്ങൾ ഭക്ഷിച്ചിട്ട് അത് ചാണകത്തിലൂടെ പുറത്തു വരുമ്പോൾ അവിടെ കിടന്നത് മുളയ്ക്കും. പക്ഷെ ദൈവം നമ്മൾ വിതയ്ക്കണം. 3, നല്ല നിലത്തിൽ വീഴണം. പന്നികളുടെ മുമ്പിൽ മുത്തെറിയരുതെന്ന് ക്രിസ്തു പറഞ്ഞു. ദൈവനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തെ നിഷേധിക്കുന്നതിന് മുമ്പിൽ അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. 4, അത് സംരക്ഷിക്കപ്പെടണം. വിതച്ച വിത്ത് സംരക്ഷിക്കപ്പെടണം, വേലി കെട്ടി സംരക്ഷിക്കണം, അല്ലെങ്കിൽ പക്ഷി കൊത്തിക്കൊണ്ടു പോകും. നമ്മൾ ഒരാൾ സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കണം, വ്യക്തിയോട് പ്രാർത്ഥിക്കണം, വ്യക്തിയോട് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്നത് ചോദിക്കണം, സംശയമുണ്ടെങ്കിൽ പരിഹരിച്ച് കൊടുക്കണം. ആ വ്യക്തിനെ സംരക്ഷിച്ച് നിർത്തണം, അത് മുളയ്ക്കുന്നത് വരെ. മുളച്ചാലും ആദ്യം കുറച്ച് നാൾ സംരക്ഷിക്കണം. 5, നല്ല വിളവുണ്ടാകണം. യെശയ്യാവ് 5 പഠിച്ചതാണ്. നല്ല മുന്തിരിവള്ളി നട്ടു, വേലി കെട്ടി, ചക്കിട്ടു, കല്ലുടച്ചു. നല്ല മുന്തിരിവള്ളി നട്ടിട്ടും കിളച്ചത് കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണെന്ന് യെശയ്യാവ് 5 കണ്ടു. നല്ല വിത്ത് വിതച്ചാലും ബൈബിൾ പുസ്തകം കേട്ടാലും ചിലർക്ക് ഒരു മാറ്റവും വരില്ല. എവിടെയോ ഒരു തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ 5 കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. ഭൗതികമായ വിത്തിനും പരിമിതിയിലുള്ളതുപോലെ ദൈവമെന്ന ആത്മീയ വിത്ത് വിതയ്ക്കപ്പെടുമ്പോഴും അതിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം, വിളവുണ്ടാകണമെങ്കിൽ. ഇപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ രാജ്യവും ലോകമെങ്ങ് വ്യാപിക്കേണ്ടത്. ഒരു മുറിക്കകത്ത് നമ്മൾ ഇരുന്നത് കൊണ്ട് യേശുവിന്റെ രാജ്യം വിസ്തൃതമാകില്ല. വചനം അനുസരിച്ചവർ ഫലം കായ്ക്കണം. ആ വിത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഒരു ഉദാഹരണം, ഒരു വിത്ത് നട്ടു, ഒരു ചെടി ഉണ്ടായി. ഒരുപക്ഷെ ഒരു ചീരയുടെ ചെറിയ ഒരു പൊട്ടുപോലൊരു കറുത്ത വിത്ത്. ആ വിത്ത് നമ്മുടെ ചാണകവും മണ്ണുമൊക്കെ നിറച്ച ചട്ടിയിൽ നട്ടു. ആ ചീരച്ചെടി വളർന്നു. 3 മാസം കഴിയുമ്പോൾ ചീരച്ചെടി നിറയെ വിത്തുകളാണ്. 10,000 വിത്തുകൾ ആ ഓരോ ഇലയുടെ ഇടയിലും മറ്റും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു വിത്തിന് എത്രമാത്രം വിത്തുകളാണ്. ആ വിത്തുകൾ വിതയ്ക്കുമ്പോൾ എത്ര കോടി ചെടികൾ ഉണ്ടാകാൻ വേണമെങ്കിൽ. ദൈവം അങ്ങനെയാണ് പ്രപഞ്ചത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പൊ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകി തന്ന ഒരു വിത്ത്. രക്ഷയുടെ സന്ദേശം, സത്യവചനം, രക്ഷയുടെ ഉപദേശം നമുക്ക് നൽകി തന്ന ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ വിത്ത് തന്നു. അവർ ദൈവം, പിതാവും, പുത്രനും, പരിശുദ്ധാത്മാവും അല്ല വിത്ത് വിതയ്ക്കുന്നത്. അത് നമ്മുടെ ദൗത്യമാണ്. വിത്ത് വിതയ്ക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജോലിയാണ്. അവസാനം ദൈവം കണക്ക് ചോദിക്കുന്നത് ഈ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. കൊരിന്ത്യർക്ക് 1 ലേഖനം 3-ാം 6-ാം വാക്യം പൗലോസ് പറയുന്നു, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരും. നമ്മൾ നടുകയും നനയ്ക്കുകയും ബാക്കി എല്ലാം ചെയ്ത് ദൈവം വളർത്തുന്ന ദൈവമാണ്. പക്ഷെ ബാക്കിയെല്ലാം നാം ചെയ്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, യോഹന്നാൻ 4-ാം അധ്യായം 35-38 വരെ സമരിക്കൻ സ്ത്രീയോട് സംസാരിക്കുന്നതിന്റെ പശ്ചാത്തലം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവിടെ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 34 മുതൽ 35 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നത് നിങ്ങൾ പറയുന്നില്ലയോ? അവർ പറയും 4 മാസം, അവർ ഭൗതികമായിട്ട് അവർ 4 മാസം കഴിയുമ്പോൾ, ഇപ്പൊ ഇത് ജനുവരി ആണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കൊയ്ത്ത് വരുന്നു. ഉദാഹരണം പറയാനാണ്. മെയ്യിലല്ല കൊയ്ത്ത് വരുന്നത് നിങ്ങൾ പറയുന്നില്ലയോ? പക്ഷെ നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്കി. ആത്മീയമായിട്ട് പറയാണ്, നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്കുകയും നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെടുത്തിരിക്കുന്നു. ജീവിതങ്ങളിങ്ങനെ ദാഹിക്കുകയാണ്. ആത്മീകമായ ഉറവിടം എവിടെയാണെന്ന് അറിയാതെ ജനങ്ങളിങ്ങനെ പരുതി നടക്കുകയാണ്. എല്ലാ അന്ധവിശ്വാസത്തിലും പോയി ചേക്കേറുകയാണ്. എല്ലാ ദുരുപദേശം ചെന്ന കെണിയിൽ വീഴുകയാണ്. അതാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൊട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്ന പഴഞ്ചൊല്ലിനെ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തടത്ത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, ഇവിടെ അധ്വാന ഫലത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നു. എത്രയോ പേര് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, നമ്മളെ സ്നേഹിച്ചും കരുതിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് താനെ വളർന്നതല്ല. പലർക്കും പറ്റുന്ന കുഴപ്പം, താനെ വളർന്ന് പക്വത എത്തിക്കഴിയുമ്പോൾ ഇനി എനിക്ക് ആരെയും വേണ്ട, ബൈബിൾ വേണ്ട, ക്ലാസ് വേണ്ട, പ്രാർത്ഥന വേണ്ട, കൂട്ടായ്മ വേണ്ട, നാശത്തിലേക്ക് പോകാനുള്ള ചുവടുകളാണ്. ദൈവമാണ് കൂട്ടായ്മ വിഭാവനം ചെയ്തത്. നാൾ സമീപിക്കുന്നത് കാണുന്തോറും അധികം ചെയ്യണമെന്ന് പറഞ്ഞ ദൈവമാണ്. ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മൾ കാണുന്നത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന വിത്ത്, അതേ രക്ഷയുടെ സന്ദേശം.
നാമാണ് നനയ്ക്കേണ്ടത്, വിതയ്ക്കേണ്ടത്. ഈ അവകാശ ഉത്തരവാദിത്വം ഓർമ്മിച്ചുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 4:17 പറഞ്ഞത്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അത് വിറയലോടും ഭയത്തോടും നടുക്കത്തോടും കൂടി ദൈവനെ കൈകാര്യം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ മൺപാത്രങ്ങളിലാണ് നിക്ഷേപം ഇരിക്കുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രമാണ്. ഒന്ന് കൈ തെറ്റിയാൽ താഴ്വേണ്ടി ചിതറിപ്പോകും. ഈ മനുഷ്യരായ നമ്മളാകുന്ന മൺപാത്രത്തിനകത്താണ് ദൈവം സ്വർഗീയ മർമ്മങ്ങൾ നിറച്ചു വെച്ചത്. അതിനേക്കാളും വലിയൊരു ജീവിതത്തിന്റെ വാല്യൂ, മൂല്യം നിർണ്ണയിക്കുന്ന മറ്റൊരു സത്യം എന്തുണ്ട്? എന്നിൽ ദൈവവചനം ദൈവം നൽകി തന്നിരിക്കുന്നു. ദൈവം തന്റെ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എൻ്റെ ജീവിത ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. വെറുതെ ഞാൻ ഇങ്ങനെ ജീവിച്ച് ഭാരമായി ഇങ്ങനെ ജീവിച്ചു പോവുകയില്ല. എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ദൗത്യമുണ്ട് നിറവേറ്റാൻ. അത് തന്നെ ഞാൻ ആരെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ദൈവം തരികയാണ്. അത് മനഃശാസ്ത്രത്തിന്റെ അടുക്കലേക്കും രാഷ്ട്രീയക്കാരുടെ അടുക്കലേക്കും തത്വചിന്തയുടെ അടുക്കലേക്കും പോകേണ്ട കാര്യമില്ല. ഞാൻ ആരെ എന്ന് മനസ്സിലാക്കാൻ ദൈവത്തെ കണ്ടെത്തിയാൽ മതി. ദൈവം നീ ആരും ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഞാൻ സൃഷ്ടിച്ചതാണ്, എൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ചതാണ്. പാപത്തെ വീണുപോയ നിന്നെ ഞാൻ എൻ്റെ പുത്രൻ നൽകി തന്ന് രക്ഷിച്ചതാണ്. നിന്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നൽകി തന്ന് ഉറപ്പിച്ച് വേർതിരിച്ചിട്ടുണ്ട്. എന്തിന്? എനിക്ക് വേണ്ടി നീ വേല ചെയ്യും. എൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ, എന്നെ നിന്റെ ജീവിതത്തെ പ്രതിബിംബിക്കാൻ, മറ്റുള്ളവർക്ക് നിന്നിലൂടെ ക്രിസ്തുവിനെ കാണാൻ. അപ്പോൾ ഞാൻ എന്നെ കണ്ടെത്തുന്നത് ദൈവത്തിന് മുമ്പിൽ മാത്രമാണ്. പൗലോസ് പറഞ്ഞു, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാണ് ഉള്ളത്. ഭയത്തോടും വിറയലോടും തന്റെ ശുശ്രൂഷയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ ദൈവനെ എല്ലായിടത്തും അറിയിച്ചു. പ്രവൃത്തികൾ 8:4 ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് കാണാം. അവർക്ക് അത്ര ബോധമുണ്ട്. അധികം നാളായില്ല സഭയോട് ചേർന്നിട്ട്. മാസങ്ങൾ മാത്രമായിട്ടുള്ള അവരെ സംബന്ധിച്ച് ഒരു ചിതറിപ്പോയപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട, ഇനി നമ്മൾ ബൈബിളൊന്നും പഠിക്കണ്ട, ബൈബിളിൽ വായിക്കണ്ട, ആരോടൊന്നും പറയണ്ട, നമ്മൾ ഫ്രീ ആയി. അതല്ല അവർ ചെയ്തത്. അവർ ചിതറിപ്പോയവർ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടുപോയി. അത് നൽകിത്തരുന്ന ഒരു ആത്മാർത്ഥത, സന്തോഷം, സത്യം, ബലം എത്ര വലുതാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ, പറഞ്ഞാൽ മനസ്സിലാകില്ല. ദൈവവേല ചെയ്തിട്ട് രാത്രി വീട്ടിൽ വന്ന് തലയണയിലെ തലവെച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് ചെയ്തു നോക്കിയാലേ അനുഭവിക്കാൻ പറ്റും. ഒരു ഞാൻ ഇതിന്റെ ദൗത്യം നിറവേറ്റി. ഒരു രക്ഷിക്കപ്പെടാതിരിക്കുന്നത് അവർ അതിനെ സ്വീകരിക്കുന്ന അടിസ്ഥാനത്തിൽ അവർക്കിടെ ഞാൻ പ്രാർത്ഥിക്കും. ആ ട്രാക്ട് ലഭിച്ച വ്യക്തി ദൈവം അത് വായിച്ചവർക്ക് ആ സത്യം തിരിച്ചറിയാൻ, എന്നെ ഒന്ന് വിളിക്കാൻ, സഭയെ വിളിക്കാൻ അവർക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അത് വളരെ വലുതാണ്. അപ്പൊ അതിനാൽ വളരെയധികം ഫലമുള്ളവരായി ഇടവകൾ വർദ്ധിച്ചു. 1-ാം നൂറ്റാണ്ടിൽ എല്ലാവരും ദൈവവേലയിൽ പങ്കാളികളായതുകൊണ്ട് സഭകൾ വർദ്ധിച്ചു. അപ്പൊ അതിനനുസരിച്ചവർ സഭയോട് ചേർക്കപ്പെട്ടു. ഇപ്പൊ സഭയുടെ വളർച്ച ദൈവവചന പ്രസംഗത്തിലൂടെ, പ്രഘോഷണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ. ഇന്ന് കർത്താവിന്റെ സഭ വളരാനായിട്ട് ഹോസ്പിറ്റൽ നടത്തുക, ക്ലിനിക്ക് നടത്തുക, അല്ലെങ്കിൽ ഓർഫനേജുകൾ നടത്തുക, ചാരിറ്റികൾ ചെയ്യുക, മ്യൂസിക് കൺസേർട്ട് നടത്തുക, മാജിക് ഷോ നടത്തുക, ഇങ്ങനെ പലവിധ തന്ത്രങ്ങളും. ഇതൊന്നുമല്ല സഭ വളരാനുള്ള മാർഗം. കർത്താവിന്റെ സഭ വളരാനും വികസിക്കാനുള്ള ഏക മാർഗം സത്യസുവിശേഷം നിർമ്മലമായി പ്രസംഗിക്കുക. അതിനാണ് ദൈവം ഭൂമിയിൽ തന്റെ സഭയെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വേറെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. കർത്താവിന്റെ സഭ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടേണ്ട ആ പേര്, സുവിശേഷത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നാമമാണ് ക്രിസ്തുവിന്റെ സഭ. സുവിശേഷം യേശുവിന്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നിവയെക്കാളും കൂടുതലായി ഒന്ന് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയായിരിക്കും നമുക്ക് അടുത്ത തവണ ചിന്തിക്കാം. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് സഭയുടെ വളർച്ച പ്രസംഗത്തിലൂടെ ആയിരിക്കണം, സുവിശേഷം അറിയിക്കുന്നതിലൂടെ ആയിരിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ എന്ന നടപടി പുസ്തകത്തിൽ കൃത്യമായി അതിൻ്റെ ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പ്രാദേശിക ഇടവകൾ വളർന്നത്. അപ്പോസ്തലന്മാർ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിച്ചു. അതിന്റെ ഫലമായി അനേകർ സുവിശേഷം കേട്ടു, സുവിശേഷത്തിൽ വിശ്വസിച്ചു, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ടു, ക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു, ക്രിസ്തുവിന്റെ ചേരുവ സ്നാനമേറ്റു. പ്രവർത്തന 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ സഭയിൽ വിധവന്മാരുടെ പ്രശ്നമുണ്ടായപ്പോൾ 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ ആ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അപ്പോസ്തലർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിൽ വചന പഠനത്തിൽ ഒത്തിരിക്കും. ഇതിന്റെ ഫലം എന്താണെന്ന് പ്രവർത്തനം 6-ന്റെ 7 കാണും. സഭ വളരെയധികം വർദ്ധിച്ചു. അപ്പോസ്തലന്മാർ മറ്റെല്ലാ ഭാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷമെല്ലാം വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ, സ്വതന്ത്രമായി ചെയ്യാൻ അവസരം കിട്ടുകയും അനേകങ്ങൾ സുവിശേഷത്തിലൂടെ രക്ഷയിലേക്ക് വരികയും ചെയ്യും. അവരെ കെട്ടിയിടാൻ നോക്കിയവർ മേശയിലെ ശുശ്രൂഷകളെ. അപ്പോസ്തലർ ഞങ്ങൾക്കിതല്ല, ഞങ്ങളുടെ ദൗത്യം ഇതല്ല. ആഹാരമുണ്ടാക്കി ആഹാര വിതരണം ചെയ്യുകയല്ല ഞങ്ങളുടെ ദൗത്യം. നമ്മൾ ലോകമെങ്ങും യാത്ര ചെയ്ത് സന്ദർശിക്കുകയല്ല ഞങ്ങളുടെ ദൗത്യം. ഞങ്ങളുടെ ദൗത്യം സുവിശേഷ വേലയാണ്. അങ്ങനെ അവരെ സ്വതന്ത്രമാക്കിയപ്പോൾ സഭ പിരിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം.
കൊലോസ്യരുടെ പഠനത്തേക്ക് അടുത്ത ആഴ്ച മടങ്ങി വരാം. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം.